ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ വ്ളോഗാണ്. നമ്മുടെ ദയയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ഗിഫ്റ്റ് മേടിക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് വലിയ സർപ്രൈസ് ഒന്നുമല്ല, ഒരു ചെറിയ സർപ്രൈസ്, ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും കുറച്ച് അവൾക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് ഞങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറേ ഇങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ ഞങ്ങൾ തീരുമാനത്തിലെത്തിയതാണ്. അപ്പോൾ അവളില്ല ഈ ഷോപ്പിംഗ് വ്ളോഗിൽ, കാരണം ഇവൾക്ക് വയ്യ. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് അവിടുന്ന് ഡയറക്റ്റ് പോകാന്നുള്ള പ്ലാനിങ് ആണ്. അതുകൊണ്ട് നേരെ കൊണ്ടുപോകണില്ല. അപ്പോൾ നമുക്ക് എന്നാലും വഴിയേ കാണാം. ഇതുപോലത്തെ ബാഗ് ഇഷ്ടമാണോ എന്നറിയില്ല, പക്ഷെ അവൾ ഇതുപോലെ സ്റ്റാൻഡേർഡ് ഒന്നും ഇല്ല. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതും നല്ലൊരു കളക്ഷൻസ് ആണ്. ഇതും കൊള്ളാം, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നോക്കിയാലും ബാഗിൻ്റെ കളക്ഷൻസ് ആണ്. ഇതുപോലത്തെ മോഡലാണ് അവളുടെ കയ്യിലൊന്നും ഉള്ളത്. അങ്ങനത്തെ ബാഗൊക്കെ ഇഷ്ടമാണ്. അതൊരു സ്റ്റാൻഡേർഡ് ബാഗാണ്. പിന്നെന്താ പക്ഷേ ബാഗ് കടയ്ക്ക് ശേഷം ഇത് രസമുണ്ടല്ലേ. പക്ഷെ അതടി നമുക്ക് എവിടെയെങ്കിലും പാർട്ടിക്ക് മാത്രമേ ഓക്കെ. ഞാൻ വാച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് അവൾക്ക് സെലക്ട് ചെയ്തത്? അവൾക്ക് ഇതുപോലത്തെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒന്നും ആയിരുന്നു. വൈറ്റ് പൊട്ടുണ്ട്, ഒരു കല്ലിൻ്റെ ഒരു പൊട്ടില്ലേ വൈറ്റ്, ഇതുപോലത്തെ സാധനങ്ങൾക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഇത് വാങ്ങാം. ഇതല്ല ഇത്. അപ്പോൾ നമ്മളുടെ വർക്കപ്പ് കഴിഞ്ഞ് നമ്മൾ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിനോട് ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പുറത്തൊന്ന് ജസ്റ്റ് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എനിക്ക് വയ്യ. അപ്പോൾ ഞങ്ങൾ മെഡിസിൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കേക്ക് വാങ്ങാമെന്ന് വെച്ചിട്ടാണ് പോണത്. എവിടെ കിട്ടുമെന്ന് അറിയില്ല. ഇപ്പോൾ ടൈം കുറച്ച് ലേറ്റായി പോയപ്പോൾ. അപ്പോൾ നമുക്കിനി എവിടെ കിട്ടും? ഇവിടെ അടുത്ത ഷോപ്സൊക്കെ ഉണ്ട്, പക്ഷെ അത് ഓപ്പൺ ആണെന്നൊന്നും അറിയില്ല. അപ്പം ജസ്റ്റ് വ്യൂ ഫുള്ള് എന്ന് വെച്ചാൽ അതാണ് ഞങ്ങളുടെ വീട് കേട്ടോ. ഇത് ഇവിടെ ക്രിസ്മസ് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്കങ്ങനെ സേഫും കാര്യങ്ങളൊക്കെയാണ്. ഫുൾ ടൈം ലൈറ്റൊക്കെ ഉണ്ട്. അതൊന്നും പ്രത്യേകിച്ച് സീനൊന്നുമില്ല. അതന്നെ ഈ യെല്ലോ അത് 500. അത് മാംഗോ ആണ്. ഇതാണല്ലോ. അത് വൈറ്റ് റഫ് സെയിം ആണ് 650. അത് ഒക്കത്തിന് സെയിം ആണോ? അതും സെയിം 500. ഞങ്ങൾ ഈ കേക്ക് ഫൈനലാക്കിയിട്ട് റെഡ് അതാണ് ഞങ്ങൾ ലാസ്റ്റ് നമ്മൾ കടയിലെത്തിയിട്ടുണ്ട്. നമ്മൾ വീടിൻ്റെ അത്ര കടയിലേക്ക് വന്നിട്ടുള്ളത്. കേക്ക് നമ്മൾ പ്രതിവല്ലേക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ ആവുമെന്ന് നമുക്കറിയാം. കേക്ക് വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ അധികം തിരക്കൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ബലൂണും കാര്യങ്ങളും നമുക്ക് വാങ്ങാൻ ടൈമില്ല. ചെറിയൊരു സർപ്രൈസ് അത്രേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സർപ്രൈസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബാക്കി വീഡിയോ കാണാം. ഇനി നെക്സ്റ്റും പ്ലാൻ ഇടണം. ഇപ്പോൾ 12 മണിക്ക് നമുക്ക് സർപ്രൈസ് കൊടുക്കാൻ പറ്റും. അതെ, അപ്പോൾ ടൈം ആയിട്ടില്ല. ഇനി അവളെ 11 o'clock ആവും. ഇത് കൊണ്ടുപോയി ടെറസിൽ വെക്കണം. അതാണ് അടുത്ത ടാസ്ക്. അലിയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും, കാരണം ടൈം ആയിട്ടില്ലല്ലോ. 12 മണിക്ക് നമുക്ക് സർപ്രൈസ് കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ ഗൈസ്, അവർ രണ്ടുപേരും പുറത്ത് പോയിക്കുക. അതായത് ഞങ്ങൾക്ക് രാത്രി നൈറ്റാണ് വേസ്റ്റ് കളയാനുള്ളത്. അപ്പോൾ രാവിലെ ഇവിടെ സിറ്റി ആയതുകൊണ്ട് ഒരു ചേച്ചി വന്ന് രാവിലെ എടുക്കണം. അപ്പോൾ കുറച്ച് താഴെ എന്ത് ചെയ്യണം, വേസ്റ്റ് കൊണ്ട് തട്ടാൻ വേണ്ടി പോകണം. അവിടെ ഒരു വലിയ ഒരു ബാസ്ക്കറ്റ് പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് രാവിലെ വെളുപ്പാങ്കാലം 5 മണിക്ക് വന്നിട്ട് എടുക്കുന്നത്. അപ്പോൾ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായിപ്പോയി. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ വേസ്റ്റ് കളയാൻ വേണ്ടി പോയേക്കും. അപ്പോൾ താഴെയാണ് കേക്ക് മേടിച്ച് വെച്ചിരിക്കുന്നത്. ഒരു വണ്ടീൻ്റെ അവിടെ മേലെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കേക്ക് എടുത്തിട്ട് മേലെ ടെറസിൻ്റെ മേലെ കൊണ്ടുവയ്ക്കാം. ഓക്കെ.
എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അവർ വന്നാൽ മതി. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ അവർ വന്നിട്ട് എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഇനി എത്തിട്ടോ എവിടെ അല്ല അവിടെ ഗായ്സ് അങ്ങനെ ഞങ്ങൾ കേക്ക് കൊടുത്തിരിക്കുകയാണ്. കറക്റ്റ് 12 കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണുന്നുണ്ട് ഞങ്ങൾ കറക്റ്റ് 12 മണിക്ക് വിഷ് ചെയ്തിട്ടുണ്ട്. അവളുടെ ഇതാണ്. ഓക്കെ ഇവിടെ ഗായ്സ് അവളുടെ കസിൻസൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ വിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത് കറക്റ്റ് 12 മണിക്ക്. ഞങ്ങള് ഇവിടുത്തെ അടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു അടിയൊക്കെ നടന്നു. അല്ലാതെ ഇവിടെ വേറൊന്നും. ഓക്കെ അങ്ങനെ ഞങ്ങള് കേക്ക് കാണിച്ചു തരാം. കേക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് വീഡിയോയില്. വെട്ടൊന്നുമില്ല, അപ്പോൾ അഡ്ജസ്റ്റ് ആക്കണം. പൊട്ടിച്ചിട്ട് അതൊക്കെ സർപ്രൈസ് ആണ്. എനിക്ക് കാണുമ്പോൾ നട്ടണം. അതെ, ഒരു ഫോട്ടോ എടുക്കണം കേട്ടോ. ഇങ്ങനൊന്നും ഇല്ലടാ. അങ്ങനെ അവള് പ്രതീക്ഷിക്കരുത്, അവള് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവൂല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങള് സത്യം പറയാലോ പെട്ടെന്ന് നമ്മൾ ഇതാക്കിയതാണ്. ഓക്കെ എല്ലാവരും ഇത് വെക്കാം. അങ്ങനെ ഗൈസ് ഞങ്ങള് ടെറസിന്റെ മുകളിലാണ്. അപ്പൊ അതിന്റെ ലൈറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ചെറിയൊരു ലൈറ്റിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങള് ഗിഫ്റ്റ് കുറച്ച് മേടിച്ചിട്ടുണ്ട്. പക്ഷെ പൊതിയാനൊന്നും ഇപ്പൊ ഞങ്ങള് പെട്ടെന്നായതുകൊണ്ട് ഞങ്ങൾക്ക് അതല്ല അതിനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ഇത്രയൊക്കെ ഉണ്ടായിട്ടാണ് ഇരുന്നതൊന്നും പറയാൻ ഇതൊക്കെ ഒരു ബാഗാണ്. സംഭവം എന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും ഞങ്ങൾ അടുത്ത് പറയാറുണ്ട് ഒരു ബാഗ് വേണം. നമുക്ക് വലുതൊന്നും നടത്തി കൊടുക്കാതെ പറ്റൂല. ഞങ്ങള് പഠിക്കുന്ന സ്റ്റുഡൻസ് നമ്മളെ കൊണ്ട് പറ്റണത് എന്നുവെച്ചാൽ അവള് ചെറിയ ബാഗാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതാകുമ്പോൾ കുറച്ചൊരു സാധനം ഇരിക്കും. അവൾക്ക് ഹെഡ്സെറ്റ്, അവളുടെ ഫോണ്, അതൊക്കെ ഇഷ്ടപ്പെട്ടു. ഓള് ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. എന്തായിരിക്കും ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു സാധനം? അതായത് ഞാൻ ഇപ്പൊ ഗസ് കൊടുക്കാം. ഇവള് നല്ല രീതിയിൽ അത് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അവളൊരു നെഗറ്റീവ് പോലെ എപ്പോഴും വരും. ഓ അതല്ല അവൾക്ക് പുറത്തേക്ക് പോകുമ്പോ ആവശ്യമുള്ള സാധനങ്ങളാണ് കുറച്ച് എണ്ണോ. അതിലൊരു സാധനമാണ് ഇപ്പത്. ഇപ്പൊ അവിടെ കയ്യിൽ അത് ഇല്ല. അവളെന്താ അതല്ല, അത് മിസ്സായി പോയിരിക്കും. ഞങ്ങൾക്കൊണ്ട് സാധനം ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഇഷ്ടാവോന്ന് അറിയൂല. ഞങ്ങൾക്ക് ഇവക്ക് ഈ വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. അത് ബ്ലാക്ക് കളർ. അതുകൊണ്ട്
ഞാൻ കൊടുത്തു. എനിക്കിവിടെ ഒരു വാച്ച് ഉണ്ടായിരുന്നു, എന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ ഇതൊക്കെ ഇവര് ശ്രദ്ധിക്കുന്നു കൂടുതൽ പോലും എനിക്ക് മനസ്സിലായില്ല. ഞാൻ ശരിക്കും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതൊന്നും സത്യമായിട്ടും ഇവളുടെ ബർത്ത്ഡേ നമുക്ക് ഓർമ്മയില്ല, അതാണ് ഞങ്ങളുടെ പ്ലാൻ. ഇവളുടെ ബർത്ത്ഡേ നമുക്ക് ഓർമ്മയില്ല, ഇന്ന് രാവിലെ കൂടി ഞങ്ങൾ പറഞ്ഞതായിരുന്നു എന്റെ ബർത്ത്ഡേ ആണ്, പക്ഷെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് ഞങ്ങൾ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമുക്ക് ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സിനിമ പോവാ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും നമ്മളിൽ ഇല്ലല്ലേ എമൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓടെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ നമുക്കറിയില്ല. ഞങ്ങൾ കേക്ക് വാങ്ങി മേടിക്കാൻ പോയപ്പോ അത് വെച്ചാൽ ഇവിടെ കാരണം ഇവിടെ ആഗ്രഹിച്ച സാധനമാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. അവിടെ പോയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ സാധനങ്ങളൊന്നല്ല ഓൾക്ക് വേണ്ടത്, കുഞ്ഞു കുഞ്ഞു ഇതുപോലത്തെ സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ രണ്ടുപേരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അങ്ങനത്തെ ഓൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ വേണമെന്ന്. അപ്പോൾ ഇങ്ങനെ കണ്ടില്ല എത്ര പോലെ നല്ലതാണോ എന്ന് നമുക്കറിയില്ല, പക്ഷെ ഓൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഉറപ്പുള്ളതാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ചെറിയ സാധനമാണോ നിങ്ങൾ വാങ്ങിക്കൊടുത്തത്, പക്ഷെ അവളുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് വലുത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങി. ഞങ്ങൾക്ക് ഇപ്പോൾ ഡ്രസ്സ് എടുത്തു കൊടുക്കായിരുന്നു, പക്ഷെ അതൊക്കെ അപ്പോഴത്തെ ഒരു ഒട്ടും പ്രതീക്ഷയില്ല. എനിക്ക് പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഓരോരോ ചെറിയ പൊട്ടുപൊടികൾ പോലെ ഞാൻ ചെയ്യുന്നതാണെങ്കിലും ഞാൻ ആഗ്രഹിച്ചാണെങ്കിലും ഇവർ അതേപോലെ കണ്ടുപിടിച്ച് കൊണ്ട് തന്നു പറയുമ്പോഴത്തേനും എനിക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. ഒരുപാട് സന്തോഷമായി. ഞാൻ ഈ വാച്ച് പോലും ഒരുപാട് ആഗ്രഹിച്ചതാണ്, സത്യമായിട്ട് ഞാൻ വാച്ച് പോലും ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷെ എൻ്റെ വാച്ച് വന്നിട്ട് എനിക്ക് അച്ഛൻ വാങ്ങിച്ചു തന്നതായിരുന്നു, പക്ഷെ അതെൻ്റെ ഇന്ന് കളഞ്ഞു പോയി. ഞങ്ങൾ വാച്ച് വാങ്ങാൻ കയറിയപ്പോൾ വേറൊരു വാച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട്, പക്ഷെ ഇതിന്റെ കണ്ണി കണ്ടപ്പോൾ ബ്ലസ്സിനോട് പറഞ്ഞു ഇതാണ് അവളുടെ കയ്യിൽ നിന്ന് മിസ്സായ സാധനം. അവളെ അച്ഛൻ വാങ്ങി, അത് ഭയങ്കര വിഷമം പറഞ്ഞതായിരുന്നു. ഞങ്ങൾ വേറൊരു വാച്ച് കണ്ടത് നല്ല ഭംഗി വെച്ചാൽ നല്ല ഭംഗിയുടെ ഒരു ചെയിൻ മോഡൽ വാച്ചാണ്. പക്ഷെ ഞാൻ അപ്പോൾ ഇവളോട് പറഞ്ഞിട്ട് അച്ഛൻ വാങ്ങി കൊടുത്ത വാച്ച് മിസ്സായി പറഞ്ഞിട്ട് കരഞ്ഞ ഒരാളാണ് ഇവള്. അപ്പൊ ഇതന്നെയായിരുന്നു സംഭവം. ഇതായിരുന്നു ചെറിയൊരു വ്യത്യാസമുണ്ട്, ഈ റൗണ്ടിന് ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷെ ഇതൊക്കെ അത് തന്നെയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞ്. അപ്പൊ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതാ ഇങ്ങനത്തെ വാച്ചാന്നുള്ളത്. ഇതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇത് വ്യത്യാസമുണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടും ഉറപ്പായോണ്ടാണ് ഇത് എടുത്തത്. അപ്പോൾ ഞങ്ങളെ കുഞ്ഞു വ്ളോഗാണ്. ഞങ്ങൾ കുറേ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ഇതൊക്കെ ഇടുമെന്ന് അറിയില്ല കേട്ടോ. ചിലപ്പോൾ കുറച്ച് കട്ട് ചെയ്തായിരിക്കും, കാരണം നമ്മളെ കുറച്ച് ഇമോഷൻസ് ഉണ്ട് ഇതിൽ. ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഓർത്ത കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മുഴുവനായിട്ട് ഇടുമെന്ന് അറിയില്ല. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.